മോഹൻ ബഗാൻ 3 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2 അഗെയിൻ ISL ഒരു കംബാക്ക്. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഈ ഒരു 12 മാച്ച് കഴിയുമ്പോൾ തന്നെ 5ാമത്തെ കംബാക്കാണ്. അതുപോലെ തന്നെ ലേറ്റ് ഗോൾസ് വീണ്ടും വീണ്ടും ഒരു തുടർക്കഥയാകുകയാണ്. ഓരോ മാച്ചസിലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സോ നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായിട്ടും ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. കാരണം അവർ 2 തവണ ലീഡ് ചെയ്തിട്ടുള്ളൊരു മത്സരമാണ് കൈവിട്ട് കളയേണ്ടി വന്നത് എന്നുള്ളതാണ്. ആദ്യം 1-0 പിന്നീട് 2-1 ലീഡ് ചെയ്ത് നിന്നിട്ട് ഈ ഒരു മത്സരം കൈവിട്ട് പോകേണ്ടി വന്നു. കൊൽക്കത്തയിൽ ഒരു എവേ മത്സരത്തിലാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു ഗെയിം കാഴ്ചവെക്കാൻ സാധിച്ചത്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വളരെ മികച്ച ഫുട്ബോൾ തന്നെയാണ്. അത് മത്സരം തുടങ്ങി എന്തൊരു അഗ്രഷനായിരുന്നു പറയാം. ആദ്യ മിനിറ്റ്സിൽ തന്നെ ഒരു ജിതിനൊരു ബോൾ അലാദ്ദീൻ അജ്റായിക്ക് നീട്ടിക്കൊടുത്ത് അത് ക്രോസ് ബാറിൽ ഇടിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. വിത്തിൻ മിനിറ്റ്സ് 2-3 മിനിറ്റ്സിനകം തന്നെ അലാദ്ദീൻ അതിൻ്റെ ഒരു ഇത് തീർത്തു. അദ്ദേഹത്തിൻ്റെ ഒരു മുന്നേറ്റം, അദ്ദേഹം ഒരു ബോള് ബമ്മാമറിന് വെച്ച് കൊടുത്തു. ഒരു ലോങ് റേഞ്ചർ, ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഗോള് തന്നെയാണ്. അങ്ങനെയാണ് 1-0 മുന്നിലെത്തിയത്. അതിനുശേഷം കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ മോഹൻ ബഗാൻ മത്സരത്തിൽ ഒരു ഗോളടിച്ച് തിരിച്ചു വന്നു. ദിമി പെട്രട്ടോസിൻ്റെ ഒരു ഫ്രീ കിക്ക്. അത് ഒന്നാന്തരമായിട്ട് കണക്ട് ചെയ്യാൻ ദീപേന്ദു വിശ്വാസ് എന്ന് പറയുന്ന അവരുടെ യങ് ഡിഫൻഡർക്ക് സാധിച്ചു എന്നുള്ളതാണ്. നല്ല പൊസിഷനിങ് ആയിരുന്നു, നല്ലൊരു കണക്ഷനായിരുന്നു. അതും സെക്കൻഡ് പോസ്റ്റിലേക്ക് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് സാധിച്ചു. അവിടെയാണ് ആ ഒരു ഗോൾ വരുന്നത്. എന്നാൽ ഇവരുടെ നോർത്ത് ഈസ്റ്റിൻ്റെ 2ാമത്തെ ഗോളിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം മിസ്സായി പോയൊരു ഗോളായിരുന്നു ജിതിൻ അതുപോലെ അലാദ്ദീൻ ആ ഒരു കോംബോയിൽ. അത് റീക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് വരുന്നത് ഒരു കൗണ്ടറാണ്. അവരുടെ മോഹൻ ബഗാൻ ഒരു അറ്റാക്കിംഗ് ശ്രമം നടത്തുന്നു. അവിടുന്ന് ഒരു കൗണ്ടറിൻ ജിതിൻ അലാദ്ദീന് നൽകുന്നു. ദെൻ എഗെയിൻ അത് ജിതിനിലേക്ക് നൽകുന്നു. ജിതിൻ അത് മറിച്ച് അലാദ്ദീന് നടന്നു. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഫിനിഷ്, ലെഫ്റ്റ് ഫൂട്ടർ ഫിനിഷാണ് അവിടെ അലാദ്ദീൻ നടത്തിയത്. അങ്ങനെയാണ് ഈ ഒരു മത്സരത്തിൽ 2-1 എന്നുള്ള നിലയിലേക്ക് എത്തുന്നത്. ആ ഒരു ആദ്യ പകുതിയിൽ തന്നെ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈക്വലൈസർ നേടാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അത് ഗ്രെഗ് സ്റ്റുവർട്ടിൻ്റെ ഒരു ഷോട്ട്, പക്ഷേ അത് ഗോൾ ലൈൻ സേവൊക്കെ നടത്താൻ സെബാക്കോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫ് 2-1 എന്നുള്ള നിലയിൽ ലീഡ് ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ 2ാം പകുതിയിലേക്ക് വരുന്നൊരു സമയത്ത് പ്രത്യേകിച്ച് ആ ഒരു ഗോള് വരുന്നത്, അതായത് മോഹൻ ബഗാൻ്റെ ആ ഒരു ഗോൾ, അതൊരു കോൺട്രവേഴ്ഷ്യൽ ഗോൾ തന്നെയാണ്. കാരണം അത് ഗുർമീത് ആദ്യം ഒന്ന് അദ്ദേഹത്തിൽ നിന്ന് സ്ലിപ്പായി പോയി ബോൾ. കാരണം നല്ല മഴയായിരുന്നല്ലോ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും. സോ പിന്നീടാണ് ആ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഗോൾ സുഭാഷിഷ് ബോസ് നേടുന്നത്. അങ്ങനെയാണ് 2-2 എന്ന് പറയുന്നൊരു നിലയിലേക്ക് എത്തിയത്. സോ ആ ഒരു ഇതിന് ശേഷം നോർത്ത് ഈസ്റ്റ് മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. അതിൻ്റെ ഒരു റീസൺ ഇപ്പം മോഹൻ ബഗാൻ പോലൊരു ടീം, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോലൊരു ടീമിൻ്റെ ഒരു ഡിഫറൻസ് അവിടെയാണ്. അപ്പോൾ മോഹൻ ബഗാൻ സെക്കൻഡ് ഹാഫിൽ വരാൻ അവരുടെ ഒരു സ്ക്വാഡ് ഡെപ്ത് വെച്ചിട്ട് അതേ ഫസ്റ്റ് ഹാഫിൽ കളിക്കുന്ന പോലത്തെ അതേപോലത്തെ പ്ലേയേഴ്സ് അവരുടെ ബെഞ്ചിൽ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഫസ്റ്റ് ഇതിൽ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ബാക്കപ്പ് ഇപ്പം നെസ്റ്ററിനെയും പാർദീപിനെയും പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ മോഹൻ ബഗാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻസും കുറച്ച് ലേറ്റായിട്ടാണ് നടന്നിട്ടുള്ളത്. അതുവരെ അവർ ഡൗൺ ആയിട്ട് തന്നെയാണ് ഇത്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, മോഹൻ ബഗാൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് അവിടെയാണ് ചേഞ്ച് ചെയ്ത് നോക്കുക. സഹലാണ് വരുന്നത്, കമ്മിങ്സ് ആണ് വരുന്നത്, മക്ലാറിൻ്റെ ആദ്യത്തെ ഒരു മാച്ചായിരുന്നു ഇത്. എന്നാണെങ്കിലും ആ സൂപ്പർ സബ്സ് തന്നെ കളിയിൽ ചേഞ്ച് ഉണ്ടാക്കി. സഹലിൻ്റെ ഒരു നല്ല ഒരു അസിസ്റ്റ് അത് കമ്മിങ്സിന് ഒന്നാന്തരമായിട്ട് ഗോൾ വലയ്ക്കുള്ളിലേക്ക് ആക്കാൻ സാധിച്ചു. അങ്ങനെയാണ് 3-2 എന്ന് പറയുന്നൊരു സ്കോറിൽ മോഹൻ ബഗാൻ ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചത്. അവരുടെ ഈ സീസണിലെ ആദ്യത്തെ ഒരു വിജയവും സ്വന്തമാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരു ബ്രില്യൻ പ്ലേ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ നടത്തിയത്. പക്ഷേ അതൊരു വിജയത്തിലേക്ക് 3 പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. 1 പോയിന്റ് പോലും നേടിയെടുക്കാൻ സാധിച്ചില്ല. എന്താണെങ്കിലും അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഹോമിലാണ് നടക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റിൻ്റെ ഈ ഒരു ഗെയിം കാണുമ്പം തീർച്ചയായിട്ടും ഒരു ടഫ് ഒപ്പോണൻസ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ ഫ്രണ്ട് 3 ടോപ്പാണ്. അലാദ്ദീൻ, അതുപോലെ തന്നെ ഗുല്ലേമോ ആൻഡ് ജിതിൻ. ഗുല്ലേമോയ്ക്ക് 1-2 നല്ല അവസരങ്ങളായിരുന്നത് കൺവേർട്ട് ആയി പോയില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ബാഡ് ലക്കാണ്. അതുപോലെ മിഡ്ഫീൽഡ് എടുത്താലും മക്കാത്തനൊക്കെ വളരെ യങ് പ്ലെയറാണ്, പക്ഷേ അദ്ദേഹം കളിക്കുന്ന കളി വേറെ ലെവലാണ്. അതുപോലെ തന്നെ ബമ്മാമർ എന്ന് പറഞ്ഞ എഞ്ചിൻ തന്നെയാണ് അവരുടെ മിഡ്ഫീൽഡിൽ. അപ്പം മായക്കണ്ണൻ്റെ ഒരു കോംബോ ഒക്കെ വരുമ്പോഴത്തേക്കും ഒന്നും പറയാനില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്താണ് ഈ ഒരു മാച്ചിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ, അതുപോലെ തന്നെ ആ ഒരു സുഭാഷിഷ് നേടിയിട്ടുള്ള ഒരു ഗോൾ അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയ.